ഇത് നമ്മുടെ നാടിൻ്റെ ചരിത്രം. ഇനി നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. മാഞ്ഞൂർ തെക്കുംഭാഗം ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമപ്രദേശം ജനനിബിഡവും കൃഷിയോഗ്യവുമായ സ്ഥലവുമായിരുന്നതിനാൽ വിവിധ തരത്തിൽ വികസനത്തിന്റെ നാരായ വേരുകൾ ഇവിടെ പടരുകയുണ്ടായി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് 1908 ഈ പ്രദേശത്ത് 1ഉം 2ഉം ക്ലാസുകൾ അടങ്ങുന്ന പെൺപള്ളിക്കൂടത്തിന് തുടക്കമിട്ടത്. തുടർന്ന് 1912 ഇത് ഗവൺമെന്റിലേക്ക് കൈമാറുകയും ചെയ്തു. 1913 മുതൽ ഇവിടെ ആൺകുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തു. 1919 ഈ സ്കൂളിൽ 4ാം ക്ലാസ് ആരംഭിച്ചു. 1981 ഈ സ്കൂൾ ഒരു ഹൈസ്കൂളായി ഉയർത്തി. പുരോഗമന ചിന്താഗതിക്കാരനായ വെച്ചൂർക്കരയുടെ കൈതാരമഠത്തിൽ പരമേശ്വരൻ ഭട്ടതിരി മാഞ്ഞൂര് എത്തിച്ചേർന്നു. മാഞ്ഞൂർ അന്ന് ഓലക്കുടയ്ക്ക് പ്രശസ്തവും ബ്രാഹ്മണരുടെ അധിവാസ കേന്ദ്രവുമായിരുന്നു. ഭട്ടതിരി പിന്നീട് ക്രിസ്തുമത വിശ്വാസിയാവുകയും ഭട്ടതിരിയെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു. ഭട്ടതിരി താമസിച്ചിരുന്ന പുരയിടത്തിന് പട്ടേരിപ്പറമ്പ് എന്ന് പേരിടുകയും ചെയ്തു. അദ്ദേഹം ശൂദ്ര കുടുംബത്തിൽ നിന്ന് കോതയമ്മ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. ക്രിസ്തുമതം സ്വീകരിച്ചതുകൊണ്ട് ഭട്ടതിരിക്കും ഭാര്യയ്ക്കും ക്ഷേത്രവക ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും അമ്പലക്കുളത്തിലെ കുളി നിരോധിക്കുകയും ചെയ്തു. തന്നിമിത്തം ഭട്ടതിരി തന്റെ വീടിന്റെ വടക്കുവശത്തായി സ്വന്തമായി 4 ചതുരശ്ര ഹെക്ടർ വിസ്തീർണവും 8 മീറ്റർ ആഴവുമുള്ള ഒരു കുളം കുഴിപ്പിക്കുകയും അത് കോതകുളം എന്നറിയപ്പെടുകയും ചെയ്തു. ഈ കുളത്തിന്റെ കരയിലാണ് 1908 ഈ വിദ്യാലയം ആരംഭിച്ചത്. ഇപ്രകാരം കോതകുളത്തിന്റെ കരയിലുള്ള സ്കൂൾ എന്ന നിലയിലാണ് കോതകുളങ്ങര സ്കൂൾ എന്ന് അറിയപ്പെടുന്നത്. വിശാലസുന്ദരമായ ഈ കുളത്തിന്റെ തെക്കുവശത്തായി ഒരു വലിയ ഗുഹയും ഉണ്ടായിരുന്നു. കാലക്രമത്തിൽ ഇത് നികന്നു പോവുകയും ചെയ്തു. കോതകുളത്തിന്റെ 3 വശങ്ങളിലുമായിട്ടാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മാഞ്ഞൂർ ഹൈസ്കൂളിൻ്റെ ചരിത്രപരമായിട്ടുള്ള രേഖകൾ ശേഖരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ അധ്യാപകൻ, അതായത് AC ജോൺ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഇന്ന് ഞങ്ങളോടൊപ്പം സന്നിഹിതനായിട്ടുണ്ട്. സാർ ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ പഠിച്ചത്? പഠിച്ച കാലത്തുള്ള അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ? ഞാനിവിടെ പഠിച്ചത് 1944 മുതൽ 1949 വരെ ആണ് ഇവിടെ പഠിച്ചത്. പഠിച്ചിരുന്ന കാലത്ത് ഈ തെക്കുവശത്തുണ്ടായിരുന്ന ഒരു കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നു. അത് ഒരു കെട്ടിടവും അതിൻ്റെ പുറകിൽ 2 ചാർട്ടുമായിരുന്നു. ആ ചാർട്ടിലിരുന്നാണ് ഞാൻ 1ാം ക്ലാസ്സിൽ വരുന്നത്. 1ാം ക്ലാസ്സിൽ വരുമ്പോൾ അന്ന് ഞാൻ ഈ കരോട്ടയ്ക്കൊക്കെ കയറുന്നത് ആദ്യം നമ്മളിരിക്കുന്നത് കോതകുളത്തിലാണ്. ആ കുളം അന്ന് ഞാൻ ആദ്യം കാണുന്നത്. അന്ന് ഇവിടെ ഒരു കട്ടപ്പുറത്ത് ഏലീസ സാറാണ് എൻ്റെ 1ാം ക്ലാസ്സിൽ എന്ന് പഠിപ്പിക്കുന്നത്. ഞാനന്ന് ക്ലാസ്സിൽ പുറകോട്ട് നോക്കിയിരുന്നു. ഈ കുളം ആദ്യം കാണുന്നതായതുകൊണ്ട് പുറകോട്ട് നോക്കിയിരുന്നപ്പോൾ സാർ എനിക്ക് പുറത്തെ ഞുള്ള് തരും. ആ ഞുള്ള് കിട്ടിയതോടുകൂടി ഞാനങ്ങ് കരഞ്ഞു. ഞാൻ വളരെ കൊച്ചായിരുന്നു, എനിക്ക് പൈസ കഷ്ടിയുണ്ടായിരുന്നു. കരഞ്ഞപ്പോഴേ ഇവിടെ ഒരു വലിയ പെട്ടിയുണ്ട്, ഈ ഓഫീസിലുണ്ട് ഒരു വലിയ പെട്ടി. ആ പെട്ടിപ്പുറത്ത് എന്നെ ഹെഡ്മിസ്ട്രസ് എന്ന് പറയുന്ന ആൾ എൻ്റെ വല്യപ്പൻ്റെ പെങ്ങളാണ്, ഒരു MK സൂസന്ന. പുള്ളിക്കാരത്തി എന്നെ എടുത്തുകൊണ്ട് പോയി ഈ പെട്ടിപ്പുറത്ത് കൊണ്ട് കിടത്തി ഉറങ്ങി. അവിടെ കിടന്ന് ഉറങ്ങി 4 മണിയായപ്പോഴത്തേക്ക് വീട്ടിലേക്ക് ആളെ പറഞ്ഞു വിട്ട് വരുത്തി. അങ്ങനെയാണ് എനിക്ക് ആദ്യം ഇവിടെ ഉണ്ടായ അനുഭവം. ഈ കുളം കോതകുളം എന്നാണ് പറയുന്നത്. കോതകുളം എന്ന് പറയുന്നത് കോതയ്ക്ക് കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുളം. കോത എന്ന് പറയുന്നത് ഇതിൻ്റെ തെക്കുവശത്തുള്ള ഒരു പുരയിടമുണ്ട്, പട്ടേരി പുരയിടം.
അവിടെ അന്ന് താമസിച്ചിരുന്നത് പട്ടതിരി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്. അയാളുടെ ഭാര്യയുടെ പേരാണ് കോത. ആ കോതയ്ക്ക് കുളയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കുളം. ആ കുളത്തിനകത്തൂടെ അങ്ങോട്ട് തെക്കോട്ടൊരു ദ്വാരമുണ്ട്. കുറേ ഭാഗത്തൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. പിന്നെ അറ്റത്തോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ആ പട്ടതിരി ഇവിടെ നിന്ന് പിന്നെ പോയി. അതുകൊണ്ടാണ് ആ പുരയിടത്തിന് പട്ടേരി പുരയിടം എന്ന് പേര് കിട്ടി. പിന്നെ ഇത് UP സ്കൂളായ പിന്നെയാണ് ഇവിടെയൊക്കെ നേരത്തെ. സാർ ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? 1962 മുതൽ 1993 വരെ ആണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. ഞാൻ ആദ്യം വരുമ്പോൾ UP സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ഈ സ്കൂളിലെ 10-17 സാറന്മാരും ഒരു പ്യൂണും ഇത്രയാകെ പിന്നെ ഒരു തൂപ്പുകാരനും ഉണ്ടായിരുന്നു. ഇത് എത്രയും ജോലിക്കാരെ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് സൂസന്ന ടീച്ചർ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? സൂസന്ന ടീച്ചർ സാധാരണ അധ്യാപകരെ പോലെയല്ല, വളരെ ദീനദയാലുവായിരുന്നു. കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലും പ്രഹസനമായിരുന്നു. കാരണം 5-6 വടികൾ ഒന്നിച്ചു പിടിച്ച് അതിൻ്റെ ഈ ഭാഗങ്ങൾ വടിയുടെ അറ്റം കൊണ്ട് അടിക്കുകയില്ല, ഈ ഭാഗം കൊണ്ടേ അടിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് വേദന എടുക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമില്ല. ഇതിലേക്ക് പോകാനായിട്ട് ഒരു റോഡുണ്ട്. അത് പുള്ളിക്കാരത്തിയുടെ സ്വന്തം ചിലവിലാണ് ഉണ്ടാക്കിയത് മുഴുവൻ. അവിടെ ഒരു തേക്ക് തടി കൊണ്ടൊരു പാലം ഉണ്ടാക്കി, അതും പുള്ളിക്കാരത്തിയുടെ സ്വന്തം ചിലവ്. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വന്ന മാറ്റം വിശദീകരിക്കാമോ? തെക്കുവശത്തെ ഒരു കെട്ടിടം മാത്രം, അത് മാത്രമേ ഉണ്ടായിരുന്നു. അത് ഈ കെട്ടിടം ഇന്നത്തെ കെട്ടിടമല്ല, പഴയ ഒരു ഓടിട്ട കെട്ടിടമായിരുന്നു. അല്ല, ഓല മേഞ്ഞ കെട്ടിടമായിരുന്നു. ഞങ്ങൾക്കൊക്കെ ജോലി വണ്ടിനെ ഓടിയിലായിരുന്നു. വണ്ടി വന്ന് തുളയ്ക്കും, തടി തുളയ്ക്കും, അതിനൊക്കെ ഓടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ഓല മേഞ്ഞ കെട്ടിടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് ഓടിട്ട കെട്ടിടമായി. പിന്നീട് UP സ്കൂളായപ്പോഴാണ് കരോട്ട കെട്ടിടം ഉണ്ടായത്. ഇത് ഈ കെട്ടിടവും ഉണ്ടായി, ഈ ഷെഡ്. ഹൈസ്കൂളായപ്പോൾ മുതലാണ് ഈ കെട്ടിടവും അപ്പുറത്തെ കെട്ടിടവും ഉണ്ടായത്. ഗോതവെള്ളത്തിൻ്റെ സൈഡ് കെട്ടിയിട്ടില്ല, വെട്ടുകല്ല് അരിഞ്ഞിറക്കില്ല. അതിനകത്തൊരു തുരങ്കം ഗുഹ പോലെ ഗുഹയുണ്ടായിരുന്നു. ഈ മരം നിൽക്കുന്നില്ല അവിടെയാണ്, ഈ മരം നിൽക്കുന്നില്ല. ഇവിടെ നിന്ന് പാറശ്ശേരി താഴെ വരെയാണെന്നാ പറയുന്നത്. ആരാ കണ്ടിരിക്കുന്നത്? വെള്ളം ഒഴുകി പോകാൻ റോട്ടിലേക്ക്. ഇവിടെ കുളിക്കാനായിട്ട് ഉണ്ടാക്കിയതില്ല, അപ്പോൾ വെള്ളം ചിത്രീകരിക്കാൻ വേണ്ടിയാ കൂടുതൽ വരുന്നത് ഒഴുകി പോകും. നേരത്തെ ഉണ്ട്, ഇല്ല ഞാനുള്ള കാലത്തൊന്നും വെള്ളമില്ല, അതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷെ മഴക്കാലമാകുമ്പോൾ ഇതൊന്നും അറിയും.